എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 29-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. അസ്മാസ്വയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വധസമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സ്വർഭാനുമർദ്ദപരിപീതസുധം വെലാവീഹി. അസ്മാസ്വയം പ്രണയിനീത്യസുരേഷു തേഷു. അസ്മാസ്വയം അസ്മാസു ഇയം പ്രണയിനി ഇതി. ഇവൾ നമ്മുടെ പ്രണയിനിയാണെന്ന് വിചാരിച്ച് അസുരേഷു തേഷു ആ അസുരന്മാർ ജോഷം സ്ഥിതേഷു അധ മിണ്ടാതിരുന്നപ്പോൾ തൽക്ഷണം സമാപ്യ സുധാം സുരേഷു അമൃത് ദേവന്മാർക്ക് മാത്രം വിളമ്പി. ആര്? ത്വം അങ്ങ് ഭഗവാൻ. ഭക്തലോകവശക ഭക്തജനങ്ങൾക്ക് വശംവദനായ ഭഗവാൻ. നിജരൂപം ഏത്യ സ്വന്തം സ്വരൂപം കൈക്കൊണ്ട് സ്വർഭാനു എന്ന രാഹുവിനെ അർദ്ധ പരിപീത സുധം പകുതി ഭാഗം അമൃത് പാനം ചെയ്ത വെലാവി അറുത്തുകളഞ്ഞു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഭഗവാൻ മോഹിനി വേഷം പൂണ്ടുവന്ന് അമൃത് കയ്യിലാക്കി. സൗന്ദര്യം കണ്ട് ഞങ്ങൾക്ക് വിളമ്പി തരൂ എന്നും പറഞ്ഞ് അസുരന്മാരങ്ങോട്ട് കൊടുത്തു ഭഗവാന്. എന്താ അവർ കരുതിയേ? ഇവൾ നമ്മുടെ പ്രണയിനിയാണെന്ന് ചിന്തിച്ച് അസുരന്മാർ മിണ്ടാതെ കാത്തിരുന്നു. ആ സമയത്ത് ഭക്തജനവശംവദനായ അങ്ങ് അമൃത് ദേവന്മാർക്ക് മാത്രം വിളമ്പി. അമൃതെല്ലാം വിളമ്പൽ കഴിഞ്ഞ് ഭഗവാൻ സ്വന്തം രൂപം ധരിച്ച് നോക്കുമ്പോൾ രാഹു ദേവന്മാരുടെ വേഷം എടുത്ത് ആ പന്തിയിൽ വന്നിരുന്ന് അമൃത് പകുതി ഭക്ഷിച്ചിരിക്കുന്നു. ഈ പകുതി ഭാഗം അമൃത് പാനം ചെയ്ത് കഴിഞ്ഞ ആ രാഹുവിൻ്റെ ശിരസ്സങ്ങോട്ട് ഛേദിച്ചു ഭഗവാൻ. സത്യത്തിൽ ഈ മോഹിനി വേഷത്തിൽ മയങ്ങിയ അസുരന്മാരാരും അമൃത് വിളമ്പുന്ന കാര്യം ഒന്നും അറിഞ്ഞില്ല. എല്ലാവരും കണ്ണടച്ച് അങ്ങനെ ഇരിക്കുക ഭഗവാൻ പറഞ്ഞ പോലെ. പക്ഷേ ഈ രാഹു മായ കാട്ടിക്കൊണ്ട് ദേവനായി ചമഞ്ഞ് എന്ത് ചെയ്തു? അമൃത് വാങ്ങി അല്പം കഴിച്ചു. അപ്പോഴേക്കും ഭഗവാന് കാര്യം മനസ്സിലായി. ഭഗവാൻ സ്വന്തം രൂപം ധരിച്ച് പിന്നെ എന്താ എടുക്കുക? ചക്രം എടുത്തു. സുദർശന ചക്രം എടുത്ത് അവൻ്റെ ഗളച്ഛേദവും ചെയ്തു. ഹരേ കൃഷ്ണ.